ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പഞ്ഞി പോലുള്ള പാലപ്പം ഉണ്ടാക്കിയാലോ. ഇത് പലയിടങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. പാലപ്പം, വെള്ളയപ്പം, അപ്പം എന്നൊക്കെ പറയും. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൊന്നിയരിയോ പച്ചരിയോ സോന മസൂരിയോ ബിരിയാണി അരിയോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യാർത്ഥം എടുക്കാവുന്നതാണ്. അത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ 4 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ ഈ അരി ആദ്യമേ അരച്ചെടുക്കണം, അല്ല എങ്കിൽ അരിയും തേങ്ങയുടെ ഒരുമിച്ചിട്ട് കൊടുത്താൽ അത് നല്ലപോലെ അരഞ്ഞ് കെട്ടാൻ ബുദ്ധിമുട്ടാണ്. അരി നല്ലപോലെ അരഞ്ഞതിന് ശേഷം നല്ല നൈസായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ അരിയും തേങ്ങയും കൂടെ നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം അതിൽ നിന്ന് ഞാൻ 1/4 കപ്പ് മാവെടുത്ത് ഒരു 3/4 കപ്പ് വെള്ളത്തിൽ കലക്കി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടപ്പ വെച്ചൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിന് പകരം 1 കപ്പ് ചോറെടുത്ത് ഈ മാവിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഈ മാവ് ഇങ്ങനെ കുറുക്കിയെടുക്കുന്നത് ഞങ്ങളുടെ അവിടെ ഒക്കെ പറയുന്നത് പാവ് കാച്ചുക, കപ്പ് കാച്ചുക എന്ന് പറയും. കപ്പ് കാച്ചുന്നത് അപ്പത്തിന് നല്ല മണവും നല്ല രുചിയും നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പവും നമുക്ക് കിട്ടും. നമുക്കിത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് 1 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഈ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ആ കുറുക്കും, അതായത് ഈ കപ്പ് കാച്ചിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ആവണം, അത്ര മാത്രമേ ഉള്ളൂ. അതൊന്ന് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഇരട്ടി മാവ് കൊള്ളുന്ന ഒരു പാത്രത്തിലേക്ക്, അതായത് ഒരു വിശാലതയുള്ള പാത്രത്തിലേക്ക് നമുക്കൊരു 8 തൊട്ട് 12 മണിക്കൂർ വരെ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് പൊങ്ങി വന്നിരിക്കും. ആ മാവ് പൊങ്ങി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്കൊരു പാത്രം, അതായത് അപ്പച്ചട്ടി അടപ്പത്ത് വെച്ച് അത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1.5 തവി വീതം മാവ് ഒഴിച്ച് കൊടുത്ത് മാവ് നല്ലപോലെ ആ പാത്രത്തിലോട്ടൊന്ന് ചുറ്റിച്ചെടുത്ത് ഒരു 4 മിനിറ്റ് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അപ്പം ഈ രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. നിങ്ങൾ ഈ അപ്പച്ചട്ടിയിലേക്ക്, അതായത് നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അതിലേക്ക് എണ്ണ തൂക്കേണ്ട ആവശ്യമില്ല. ഇരുമ്പ് ചട്ടിയോ ചീനിച്ചട്ടിയോ ആണെങ്കിൽ മാത്രം നിങ്ങൾ എണ്ണ തൂത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസ്റ്റ് അലർജി ആണെങ്കിൽ ഒരു 2-3 മണിക്കൂറിന് മുമ്പ് തേങ്ങാവെള്ളം എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അല്ല ഒരു ഓവർനൈറ്റ് ചെയ്താലും മതി. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.